ഹലോ ചിങ്കൂസ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കഥകളി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് കഥകളി വന്നപ്പോഴാണ് അതിൻ്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അടുത്തറിയാനായിട്ട് കഴിഞ്ഞത്. ഞാൻ അവരോട് ചെന്ന് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അവരുടെ ചുട്ടികുത്തലും മുഖത്തെഴുത്തും അതായത് അണിയറയിൽ നടക്കുന്ന ഒരുക്കങ്ങളും എല്ലാം കാണാനായിട്ട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാം അവരൊരു കല്ല് പൊടിച്ചാണ് ഈ മുഖത്തെഴുത്തിന് ആവശ്യമായിട്ടുള്ള കളറുകളെല്ലാം ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് ചെറിയൊരു കളർ ചേർത്തിട്ടാണ് ആ കല്ലിൻ്റെ പൊടി വെച്ചിട്ടാണ് അവർ മുഖത്തെഴുത്തൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകൾ ഉപയോഗിച്ചല്ല മുഖത്ത് ചുട്ടി കുത്തുന്നത്. പിന്നെ വെക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഞാൻ ആദ്യം ഓർത്ത് എന്തെങ്കിലും കട്ടിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഈ താടിയുടെ സൈഡിലൊക്കെ വെക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ഒരു നമ്മുടെ വെള്ള മുണ്ടിൻ്റെ ഒരു കഷ്ണം കീറി ആ ഒരു ഏരിയയിലൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വെളിച്ചത്തിൻ്റെ കുറച്ച് കുറവ് അവിടെ ഉള്ള കാരണം വീഡിയോയ്ക്ക് കുറച്ച് വെട്ടക്കുറവ് ഉണ്ടാവും. കാണുന്നവരെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പെട്ടെന്ന് ഒരു കാണിയായിട്ടിരുന്ന് കാണുമ്പോൾ കാണാൻ നല്ലൊരു പ്രൗഢിയുള്ള ആഡംബരമുള്ളൊരു വേഷമാണ് കഥകളി. എന്നാൽ അതിൻ്റെ പുറകിൽ എത്രത്തോളം പണിയുണ്ട്, എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് അറിയുള്ളൂ. ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഡീറ്റെയിലിങ്ങും ഉള്ള ഒരു മുഖത്തെഴുത്തും അതേപോലെ ചുട്ടികുത്തലൊക്കെയാണ് കഥകളിക്കുള്ളത്. കുചേലവൃത്തായിരുന്നു കഥകളി അമ്പലത്തിൽ അവതരിപ്പിച്ചത്. കൃഷ്ണനെ കാണാനായിട്ട് തൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള കുചേലൻ തൻ്റെ ദാരിദ്ര്യമെല്ലാം പറയാനായിട്ട് ഭാര്യ അയക്കുകയാണ്. അങ്ങനെ കൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ വളരെ സന്തോഷത്തോടെ ഓടി വരികയും കുചേലനെ സ്വീകരിക്കുകയും തൻ്റെ പത്നിയോട് എല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്താനൊക്കെ ഏർപ്പാടാക്കി വിടുന്നു. വളരെ അഗാധമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഭഗവാൻ വാരി പുണരെയാണ് കുചേലനെ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ആ കലാകാരന്മാർ അവിടെ അവതരിപ്പിച്ചു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കുചേലവൃത്തം കഥകളി കാണാനായിട്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് കഥകളി എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത്ര ദഹിക്കുന്ന ഒരു കലാരൂപമല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവരുടെ ആ ഒരു കഷ്ടപ്പാടിനെ മനസ്സിലാക്കി നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലളിതമായിട്ടുള്ള കലയാണ് കഥകളി. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനും നല്ല രീതിയിൽ അത് ആസ്വദിച്ച് കാണാനായിട്ട് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഈ കലാകാരന്മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.